അപാകത അത് സംസ്ഥാനത്തിന്റെ ഒരു മേൽനോട്ടം കൂടി വരേണ്ടതല്ലേ? അതിന് രാജ്യത്തിന്റെ പൊതുനില മാറണം. ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ നിർമ്മാണ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. തൽക്കാലം അതൊന്ന് കേരളത്തിലെ ഗവൺമെൻറ് പള്ളിക്കിടാം എന്നൊരു താല്പര്യത്തിൻ്റെ ഭാഗമാണ് ഈ ചോദ്യമെന്ന് മനസ്സിലായി. പക്ഷെ വഴിയില്ല. കാരണം പറയട്ടെ അതിനൊരു വഴിയുമില്ല. കാരണം എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് അവരാണ്. അതിനവർക്ക് കൃത്യമായ സംവിധാനങ്ങളുമുണ്ട്. ആ സംവിധാനത്തിൽ ചില പാളിച്ചകൾ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവമായി വന്നിട്ടുള്ളത്. അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതൊക്കെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. കാരണം അതിലൂടെ പോകുന്നത് നമ്മുടെ കേരളത്തിലുള്ളവരാണ്. അപ്പൊ അതുകൂടി നമ്മൾ കൂടി പരിഗണിക്കേണ്ടതല്ലേ ഈ കാര്യം? നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതിനകത്ത് നമുക്കെന്താ ചെയ്യാൻ കഴിയുക? നിങ്ങൾ വർക്ക് നടത്തണമെന്ന് പറയും. സാധാരണഗതിയിൽ ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ ആ റോഡ് നിർമ്മിക്കുന്നതിൻ്റെ ഡിസൈൻ തൊട്ട് തുടങ്ങുന്ന കാര്യങ്ങൾ, അതിൻ്റെ കാര്യങ്ങളെല്ലാം നിർവഹിക്കേണ്ടത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അവരത് കൃത്യമായി നിർവഹിക്കേണ്ടവരാണ്. അതിനകത്ത് നമ്മുടെ നാട്ടിലെ പൊതുമരാമത്ത് വകുപ്പിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. മന്ത്രി ഉൾപ്പെടെയുള്ളവർ നേരിട്ട് ഇപ്പൊ തൃശ്ശൂരിൽ തന്നെ പലയിടങ്ങളിൽ നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്താനായി പലതവണ അവിടെ യോഗങ്ങൾ ചേരുകയും വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല യോഗങ്ങൾ നടക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അത് നമ്മുടെ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ആ വികസനവുമായി ബന്ധപ്പെട്ട കാര്യം ത്വരിതപ്പെടുത്തുന്നതിനാവശ്യമായ സഹായം അവരുടെ അഭ്യർത്ഥിക്കുകയാണ്. അതിന്റെ ഭാഗമായി നടത്തുന്നതാണത്. ഇപ്പോൾ 4 ദിവസം മുൻപ് ഇവിടുത്തെ ഈ കേരളത്തിലെ അവരുടെ നാഷണൽ ഹൈവേയുടെ റീജിയണൽ ഓഫീസറുണ്ട്. അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചില്ലല്ലോ. ആ സംസാരിക്കുന്നത് അവരുടെ മറ്റു നടപടികൾ ഇടപെടലല്ല. ആ സംസാരിക്കുന്നത് എന്തിനാണ്? എപ്പോഴേക്ക് നിങ്ങളുടെ പദ്ധതികൾ പൂർത്തിയാക്കാൻ പറ്റും. നേരത്തെ മിനിസ്റ്ററുമായി സംസാരിച്ചപ്പോൾ ഉണ്ടാക്കിയ ധാരണയുണ്ട്. ആ ധാരണയനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ? അപ്പോൾ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അറിയാനാണ് അദ്ദേഹത്തെ കാണുന്നത്. അതുപോലുള്ള യോഗങ്ങൾ നടക്കും. അതിനപ്പുറം മറ്റൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല.